തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം നാവികസേന കണ്ടെത്തി. പഴവങ്ങാടി തകരപ്പറമ്പിന് പുറകിലുള്ള കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. റെയിൽവേയിൽ നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലമാണിത്. 46 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസ് സംഘവും ജോയിയുടെ മൃതദേഹമാണെന്ന് ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തകരപ്പറമ്പിൽ ചിത്ര ഹോമിൻ്റെ പിറകുവശത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ഒരു മൃതദേഹം കണ്ടെത്തിയതായി സബ് കളക്ടർക്ക് അറിയിപ്പും ലഭിച്ചു. നാവികസേനയുടെ മുഗൾ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച പിറകെയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. സ്കൂബ സംഘവും നാവികസേനാ സംഘത്തിനൊപ്പം തിരച്ചിലിനുണ്ടായിരുന്നു. സോണാർ ഉപയോഗിച്ച് ടണലിൻ്റെ ദൃശ്യങ്ങൾ ശേഖരിച്ച ശേഷമാണ് നാവികസേനാ സംഘം തിരച്ചിൽ ആരംഭിക്കുന്നത്. സോണാർ ക്യാമറ ഉപയോഗിച്ച് എത്ര ഇരുട്ടിലും ദൃശ്യങ്ങൾ ശേഖരിക്കാനാകും എന്നതാണ് ശ്രദ്ധേയം. 3ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള ടണലിലാണ് നാവികസേനാ സംഘം പരിശോധന നടത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും NDRFും ഫയർഫോഴ്സും സംയുക്തമായി പരിശോധന നടത്തിയെങ്കിലും യാതൊന്നും ഫലം കണ്ടിരുന്നില്ല. ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യം ഞായറാഴ്ച രാത്രി 9 മണി കഴിഞ്ഞാണ് താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത്. റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ കടന്നുപോകുന്ന ടണലിൽ സ്കൂബ സംഘം പരിശോധന നടത്തിയെങ്കിലും ദൗത്യം ലക്ഷ്യം കണ്ടില്ല. അതിശക്തമായി വെള്ളം ഒഴുക്കിവിട്ട് മാലിന്യം നീക്കാനുള്ള ശ്രമവും ഫലം കണ്ടില്ല. 7 പേരാണ് നാവികസേനാ സംഘത്തിലുള്ളത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് മാരായമുട്ട സ്വദേശി ജോയിയെ കാണാതാവുന്നത്. ആമയിഴഞ്ചാൽ തോട് വൃത്തിയാക്കുന്നതിൽ കോർപ്പറേഷൻ കാട്ടിയ ഗുരുതരമായ അനാസ്ഥയാണ് ജോയിയുടെ മരണത്തിനിടയാക്കിയിരിക്കുന്നത്. ജോയിയുടെ മരണത്തിന് മേയറുടെ പേരിൽ കൊലക്കുറ്റം ചുമത്തി നിയമ നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആവശ്യപ്പെട്ടതും. കോർപ്പറേഷൻ പരിധിയിൽ മാലിന്യങ്ങൾ പോലും നീക്കാൻ കഴിവില്ലാതെ പിടിപ്പുകെട്ട ഭരണമാണ് മേയർ ആര്യ രാജേന്ദ്രൻ തലസ്ഥാന നഗരിയിൽ നടത്തി വരുന്നത്. മാരായമുട്ടം മലഞ്ചെരുവ് വീട്ടിൽ നേശമണിയുടെയും മേരിയുടെയും മകൻ N ജോയി ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് ദുരന്തത്തിൽപ്പെടുന്നത്. രക്ഷാദൗത്യ ശ്രമങ്ങൾ പരാജയപ്പെടുന്നത് ആമയിഴഞ്ചാലിലെ അമിത മാലിന്യങ്ങൾ മൂലം തന്നെയായിരുന്നു. ജോയി ഒഴുകിപ്പോയ ദിശയിൽ നിന്നും മറുവശമായ പവർ ഹൗസ് റോഡിൻ്റെ ഭാഗത്തു നിന്നും തോടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയെങ്കിലും ആദ്യമൊന്നും ഫലം കാണാതെ പോയതും തോട്ടിൻ്റെ മാലിന്യ കൂമ്പാരം കൊണ്ട് തന്നെയായിരുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. തലസ്ഥാനത്ത് ആമയിഴഞ്ചാൽ തോടിൻ്റെ മാലിന്യ കൂമ്പാരത്തിൽ ശുചീകരണ തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. ടൺ കണക്കിന് മാലിന്യം നീക്കം ചെയ്യാൻ ഒരു മനുഷ്യൻ്റെ തിരോധാനം വേണ്ടി വന്നത് സങ്കടകരമാണെന്നാണ് VD സതീശൻ പറഞ്ഞത്. മഴക്കാല ശുചീകരണത്തിൻ്റെ വീഴ്ചകൾ പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞപ്പോൾ തദ്ദേശ മന്ത്രി പരിഹസിക്കുകയായിരുന്നു. റെയിൽവേയും കോർപ്പറേഷനും തമ്മിലുള്ള തർക്കമാണെങ്കിൽ യോഗം വിളിച്ച് പരിഹരിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വവും കടമയുമാണ്. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. സർക്കാരും തദ്ദേശ വകുപ്പ് ആരോഗ്യവകുപ്പ് ഏകോപനമില്ലാതെ നോക്കുകുത്തിയായി നിൽക്കുന്നു. കഴിഞ്ഞ വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 1 ഗഡു പദ്ധതി വിഹിതം മാത്രമാണ് നൽകിയത്. പണമില്ലാതെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് എന്നും സതീശൻ പറഞ്ഞിരുന്നു.